മൈനാഗപ്പള്ളിയിൽ നടന്ന ദാരുണമായ കൊലപാതക വാർത്ത കേരളീയ പൊതുസമൂഹത്തെ നടുക്കിയിരിക്കുകയാണ്. മാനസിക വെല്ലുവിളികൾ നേരിടുന്ന 35-കാരനായ യുവാവിനെ സ്വന്തം പിതാവും സഹോദരനും ചേർന്ന് അതിക്രൂരമായി തല്ലിക്കൊന്ന സംഭവം മനുഷ്യാവകാശങ്ങളുടെയും കുടുംബ ബന്ധങ്ങളുടെയും തകർച്ചയുടെ ഭീകര ചിത്രമാണ് പുറത്തു കൊണ്ടുവരുന്നത്. മൈനാഗപ്പള്ളി സൊസൈറ്റി മുക്കിന് സമീപം മാലിത്തറ ഉന്നതിയിൽ താമസിക്കുന്ന രാമകൃഷ്ണന്റെ മകൻ സന്തോഷാണ് കൊല്ലപ്പെട്ടത്. സംഭവവുമായി ബന്ധപ്പെട്ട സന്തോഷിന്റെ പിതാവ് 60-കാരനായ രാമകൃഷ്ണനെയും സഹോദരൻ 36-കാരനായ സനലിനെയും ശാസ്താംകോട്ട പോലീസ് കസ്റ്റഡിയിലെടുത്തു. മാനസികാസ്വാസ്ഥ്യമുള്ള മകൻ നിരന്തരം ഉപദ്രവകാരിയായിരുന്നുവെന്നും ആ ആക്രമണങ്ങൾ സഹിക്കാതെ വയ്യാണ് തങ്ങൾ ഇത്തരമൊരു കടുംകൈ ചെയ്തതെന്നുമാണ് പ്രതികൾ പോലീസിനോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഒരു മനുഷ്യനെ കെട്ടിയിട്ട ശേഷം മാരകമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ രീതി കേട്ടുകേൾവിയില്ലാത്ത വിധം ക്രൂരമാണെന്ന് പോലീസ് നിരീക്ഷിക്കുന്നു. വർഷങ്ങളായി മാനസികാരോഗ്യത്തിന് ചികിത്സയിലായിരിക്കുന്ന സന്തോഷ് വീട്ടിൽ പലപ്പോഴും ആക്രമസക്തനാകാറുണ്ടായിരുന്നുവെന്നും പോലീസ് നൽകുന്ന പ്രാഥമിക വിവരമാണ്. വ്യാഴാഴ്ച രാത്രി വീട്ടിൽ സന്തോഷും പിതാവും സഹോദരനും മാത്രമാണ് ഉണ്ടായിരുന്നത്. രാത്രി വൈകി സന്തോഷും സഹോദരൻ സനലും തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടായി. ഇവരെ പിടിച്ചു മാറ്റാൻ രാമകൃഷ്ണൻ ശ്രമിച്ചെങ്കിലും സന്തോഷ് അടങ്ങിയില്ലെന്ന് പറയപ്പെടുന്നു. തുടർന്ന് സന്തോഷിനെ കീഴ്പ്പെടുത്താൻ പിതാവും സഹോദരനും ചേർന്ന് ക്രൂരമായ മാർഗങ്ങൾ അവലംബിക്കുകയായിരുന്നു. സന്തോഷിനെ ബലം പ്രയോഗിച്ച് കട്ടിലിൽ കിടത്തിയ ശേഷം കൈകാലുകൾ വള്ളിയിൽ ഉപയോഗിച്ച് വരിഞ്ഞു മുറുക്കി കെട്ടിയിട്ടു. മകൻ ബഹളം വെക്കുന്നത് തുടർന്നപ്പോൾ അവന്റെ കണ്ണിൽ മുളകുപൊടി വിതറി അന്ധനാക്കി. എന്നിട്ടും ശാന്തനാകാതിരുന്ന സന്തോഷിനെ കയ്യിലിരുന്ന കമ്പിവടി കൊണ്ട് തലയ്ക്കടിക്കുകയായിരുന്നു. 3 തവണയാണ് തലയ്ക്ക് കനത്ത ആഘാതമേറ്റത്. 3ാമത്തെ അടിയിൽ തലയോട്ടി തകർന്ന രക്തം വാർന്നതോടെ സന്തോഷ് അബോധാവസ്ഥയിലായി. പിന്നീട് മിനിറ്റുകൾക്കുള്ളിൽ മരണം സംഭവിക്കുകയായിരുന്നു. കൊലപാതകം നടന്ന വിവരം പുറംലോകം അറിയാതിരിക്കാൻ രാമകൃഷ്ണനും സനലും അതീവ ജാഗ്രത പുലർത്തിയിരുന്നു. രാത്രി മുഴുവൻ മൃതദേഹം വീട്ടിൽ തന്നെ സൂക്ഷിച്ചു. വെള്ളിയാഴ്ച രാവിലെ മകൻ മരണപ്പെട്ട വിവരം അയൽക്കാരെ അറിയിച്ചെങ്കിലും മരണത്തിൽ സംശയം തോന്നിയ നാട്ടുകാർ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. ശാസ്താംകോട്ട പോലീസ് സ്ഥലത്തെത്തി നടത്തിയ പ്രാഥമിക പരിശോധനയിൽ തന്നെ മൃതദേഹത്തിലെ മുറിവുകളും വീട്ടിലെ സാഹചര്യങ്ങളും കൊലപാതകത്തിലേക്കാണ് വിരൽ ചൂണ്ടിയത്. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ രാമകൃഷ്ണൻ കുറ്റം സമ്മതിക്കുകയായിരുന്നു. തന്റെയും മറ്റൊരു മകന്റെയും ജീവൻ രക്ഷിക്കാനാണ് സന്തോഷിനെ തടയാൻ ശ്രമിച്ചതെന്നും എന്നാൽ അത് കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നുവെന്നുമാണ് രാമകൃഷ്ണന്റെ മൊഴി. എങ്കിലും കെട്ടിയിട്ടും കണ്ണിൽ മുളകുപൊടിയിട്ടും നടത്തിയ ഈ ആക്രമം ആസൂത്രിതമാണോ കൊലപാതകമാണോ എന്ന സംശയവും പോലീസ് പരിശോധിക്കുന്നുണ്ട്. കൊല്ലം റൂറൽ SP ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. വിരലടയാള വിദഗ്ധരും സയന്റിഫിക് ഓഫീസർമാരെയും വീട്ടിലെത്തി ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചു. കൊലപാതകത്തിന് ഉപയോഗിച്ച കമ്പിവടിയും സന്തോഷിനെ കെട്ടിയിടാൻ ഉപയോഗിച്ച വള്ളികളും പോലീസ് കണ്ടെടുത്തു. മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി പാരപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക വിവരങ്ങൾ പ്രകാരം തലയ്ക്കേറ്റ അതിശക്തമായ ആഘാതമാണ് മരണകാരണം. തലയോട്ടി തകർന്ന് മസ്തിഷ്കത്തിന് മാരകമായ ക്ഷതമേറ്റതായും ആന്തരിക രക്തസ്രാവം ഉണ്ടായതായും കണ്ടെത്തിയിട്ടുണ്ട്. മരിച്ച സന്തോഷം പ്രതിയായ സനലും അവിവാഹിതരാണ്. കുടുംബത്തിൽ അമ്മ നേരത്തെ മരിച്ചുപോയതിനാൽ ഈ 3 പുരുഷന്മാരും മാത്രമായിരുന്നു ആ വീട്ടിൽ താമസിച്ചിരുന്നത്.